നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കബഡി കളിക്കാനും ഇല്ല, ടീമിനെ ഇറക്കാനും ഇപ്പൊ സ്വാതി വിടാൻ പറ്റില്ല. നിങ്ങൾ പ്ലീസ് പോവാൻ നോക്ക്. ഇല്ല സ്വാതി, കാത്തിരുന്ന് കിട്ടിയൊരു കുഞ്ഞാ നിന്റെ വയറ്റില്. അതിനൊരു പോറല് പോലും ഏൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സാർ ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഇതിലിനി ആലോചിക്കാനൊന്നുമില്ല. കബഡി കളിക്ക് സ്വാതി വിടാൻ പറ്റില്ല. ഇനി ഇതിനു വേണ്ടി ഒരു ചർച്ചയ്ക്ക് ആരും ഇങ്ങോട്ട് വരികയും വേണ്ട. സ്വാതി എന്ത് പറയുന്നു? എനിക്ക് പ്രത്യേകിച്ചൊരു അഭിപ്രായമില്ല. തൽക്കാലം അച്ഛൻ പറയുന്നത് കേൾക്കാനാണ് എന്റെ തീരുമാനം. ഈ വല്ലിച്ചൻ ഇതെല്ലാം കൂടി നശിപ്പിക്കും. അവളെ കബഡിക്ക് വിട്ട വല്ലിച്ചൻ എന്താ? സ്വാതി കളിക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്നാ പിന്നെ നിങ്ങൾ ഇറങ്ങല്ലേ? സർ, ഇതൊരാളിന്റെ ചികിത്സയുടെ കാര്യമാ, അതുകൊണ്ടാ. അത് പറ്റില്ല എന്ന് എത്ര പ്രാവശ്യമായി പറയുന്നു. ദയവേത് നിങ്ങൾ സ്വാതി നിർബന്ധിക്കല്ലേ. ഈ കുഞ്ഞിന്റെ കാര്യം വെച്ച് ഒരു കളിക്ക് ഞങ്ങളില്ല. ഒരു ചെറിയ പിഴവ് കൊണ്ട് പോലും കുഞ്ഞിനൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട്. എന്തായാലും ഒന്നുകൂടെ ആലോചിക്ക്. ഞങ്ങൾ പിന്നെ വരാം. പോകാം. മോളെ, കുഞ്ഞിന് ജന്മം നൽകുന്നത് വരെ ഇതുപോലുള്ള ഒരു കാര്യങ്ങൾ അനുവദിക്കാൻ കഴിയില്ല. മോൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. ഹലോ ഗൗരി, എന്താ ഈ കാര്യങ്ങൾ? കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവര് ചെയ്തു. പക്ഷെ ഒന്നിനും സമ്മതിക്കാതെ തടസ്സമായി നിൽക്കുന്നതേ വല്യച്ഛനാ. അച്ഛൻ എന്തിനാ ഇക്കാര്യത്തില് ഇത്രയ്ക്ക് വാശി പിടിക്കുന്നത്? ഗർഭിണിയായ മരുമോളോടുള്ള സ്നേഹം, അല്ലാതെന്താ? എന്നിട്ട് അവളെന്ത് പറഞ്ഞു? വല്യച്ഛൻ പറയാതെ സ്വാതി ഒരടി പോലും അനങ്ങില്ലാന്ന് വേദയ്ക്ക് അറിയാവുന്നതല്ലേ. വന്നവരൊക്കെ കാര്യം പറഞ്ഞു മടങ്ങി, അല്ലാതെന്താ? ഞാനത് പ്രതീക്ഷിച്ചു തന്നെയാ അവരെ അവിടേക്ക് അയച്ചത്. സ്വാതി മാത്രമല്ല, അവളുടെ ടീമും ഉണ്ടാവില്ലെന്ന സ്വാതി ആവർത്തിച്ചു പറഞ്ഞത്. വേദ, നമ്മൾ ഇനി എന്ത് ചെയ്യും? സ്വാതിയുടെ ടീമില്ലാതെ നമ്മൾ ഈ മത്സരത്തിൽ ഇറങ്ങിയിട്ട് എന്താ കാര്യം? അത് സാരമില്ല ഗൗരി, സ്വാതി ഇറങ്ങും. ഈ വേദ വിചാരിച്ചതൊന്നും ഇതുവരെ നടക്കാതെ പോയിട്ടില്ല. ഇതും അങ്ങനെ തന്നെ സംഭവിക്കും. അവളെ കളത്തിലിറക്കാനേ നമ്മൾ വേറെന്തെങ്കിലും കൂടെ പ്ലാൻ ചെയ്തേ പറ്റൂ. അതോർത്ത് നീ പേടിക്കണ്ട. എന്തൊക്കെ സംഭവിച്ചാലും സ്വാതിയും സ്വാതിയുടെ ടീമും കബഡി കളിക്കാൻ ഇറങ്ങിയിരിക്കും. ഇറക്കിയിരിക്കും ഞാൻ. ഇത് വേദയുടെ വാക്കാ. അല്ല, എന്താ നിന്റെ മനസ്സിലെ പ്ലാൻ? എന്റെ മനസ്സിലെ പ്ലാൻ എന്തായാലും ഞാൻ അതുപോലെ തന്നെ നടത്തും. ഒന്ന് നീ ഉറപ്പിച്ചോ ഗൗരി, ഈ കബഡികളി മത്സരത്തിൽ സ്വാതിയെ നമ്മൾ ഇറക്കും. നീ എന്ത് തീരുമാനിച്ചാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. പിന്നെ വെക്കട്ടെ? ശരി, ഞാൻ പിന്നെ വിളിക്കാം. അപ്പോ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു. അച്ഛന്റെ വാക്ക് ധിക്കരിച്ച് ഇനി സ്വാതി കബഡി കളിക്കാനായി ഇറങ്ങില്ല അല്ലേ? ആ നന്ദിനി അച്ഛനെ വിളിച്ചോണ്ട് വന്നത്. അല്പം ബുദ്ധി കൂടുതലുള്ള ഇനമാ അവള്. കബഡി കളിയിൽ സ്വാതി ഇറങ്ങാൻ സമ്മതിച്ചാൽ സ്വാതി ഗർഭിണിയല്ലാന്ന് അപ്പ തന്നെ തെളിയില്ലേ? ഒരു പോലീസ് ഡോഗിനെ പോലെ അപകടം മുൻപേ മണത്ത് കണ്ടുപിടിച്ച് കളഞ്ഞു അവള്. അച്ഛന്റെ വാക്കിൻ തുമ്പിൽ പിടിച്ച് അവൾ പരമാവധി ഒഴിഞ്ഞു മാറും, ഉറപ്പ്. അതുകൊണ്ട് അവളെ കളിക്കളത്തിലിറക്കാനുള്ള ബുദ്ധിപരമായ നീക്കങ്ങൾ വേണം നീ ഇനി നടത്താൻ. സ്വാതി ഇറങ്ങും, അവളുടെ ടീമും ഉണ്ടാകും. അവളെ ഇറക്കാനുള്ള ഒരു പ്ലാൻ ബി എന്റെ കയ്യിലുണ്ട് വൈശാഖി. സത്യം പറഞ്ഞാൽ അവളെ അതിൽ നിന്ന് പിന്തിരിയാൻ അനുവദിക്കരുത്. ഇല്ല വൈശാഖി, അച്ഛനും നീലുമെല്ലാം ഈ പ്രഗ്നൻസി സത്യമാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരിക്കുക. ആ ടെൻഷൻ സ്വാതിക്കുണ്ട്. അവളുടെ വയറ്റിലെ കുഞ്ഞ് സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന അച്ഛനോടും നീലിനോടും ഇതൊരു കളവാണെന്ന് സ്വാതിക്ക് എങ്ങനെ പറയാൻ കഴിയും?
ശരിക്കും എരുതിയിൽ തന്നെയാ സ്വാതി ഇപ്പൊ. പുറമേ കാണിക്കുന്നില്ലെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ട്. നീ പറഞ്ഞത് ശരിയാ. ശരിക്കും ഒരു വല്ലാത്ത അവസ്ഥയിൽ തന്നെയാ സ്വാതി. നിങ്ങളെ പറ്റിക്കാൻ വെറുതെ പറഞ്ഞൊരു കള്ളം വളർന്ന് വളർന്ന് അവള് ചുട്ടിരിക്കാനുള്ള തീക്കുണ്ടമായി മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോഴവൾ നീലിന് മുന്നിൽ കിടന്ന് എരിപിരി കൊള്ളുകയാണ് വൈശാഖി. പക്ഷേ എത്ര ശ്രമിച്ചാലും അവൾക്കത് പറയാൻ കഴിയില്ല. അഥവാ ഇനി അത് പറഞ്ഞാൽ ആ നിമിഷം നീൽ അവളെ ഉപേക്ഷിച്ചിരിക്കും. സത്യമാണ് വൈശാഖി, ഒരു പൊട്ടനെ പോലെ അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ സ്വപ്നം കണ്ട് കഴിയുന്ന നീലിനോട് സ്വാതിക്ക് എങ്ങനെ പറയാൻ കഴിയും ഈ ഗർഭം കള്ളമാണെന്ന്? സ്വാതിക്ക് മുന്നിൽ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞാൻ ഒരുക്കിയ പദ്ധതിക്ക് മുന്നിൽ തോൽക്കുക. തോൽക്കും, തോൽപ്പിച്ചിരിക്കും സ്വാതിയെ. സത്യത്തിൽ ഈ സമയത്ത് തന്നെ കൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ലാത്ത. ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരുന്ന കാര്യം അച്ഛനോട് ഏട്ടൻ പറഞ്ഞു. ഇല്ല, ഇപ്പൊ അറിഞ്ഞ അച്ഛൻ എന്തായാലും സമ്മതിക്കില്ല. അയ്യോ, ഏട്ടൻ എന്തേ പറയുന്നത്? അച്ഛനോട് അനുവാദം ചോദിക്കാതെ ഞാൻ എങ്ങനെ വരുന്നത്? തൽക്കാലം നാളെ നമ്മൾ ഇറങ്ങുമ്പോ അച്ഛൻ കാര്യം അറിഞ്ഞാ മതി. അച്ഛനോട് കാര്യമൊക്കെ ഞാൻ പറഞ്ഞോളാം. എന്തായാലും ഷൂട്ടിങ്ങിന് താൻ എന്റെ കൂടെ വരുന്നു എന്ന കാര്യത്തില് ഇനി ഒരു ചർച്ചയില്ല. അപ്പൊ ഇവളും പോകുന്നുണ്ടോ? ഇവള് പോയാ വേദയുടെ പ്ലാനിങ് എല്ലാം ചീറ്റി പോവല്ലോ. അവൾ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റും. ഇവളെ എങ്ങനെയെങ്കിലും തടഞ്ഞേ തീരും. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാ പൊളിക്കാൻ കഴിയുന്നതല്ല ഈ വേദയുടെ പ്ലാൻ. അങ്ങനെ പറഞ്ഞു ഇവിടെ ഇരുന്നോ. നിനക്കേ സ്വാതിയെ ശരിക്കും അറിയാഞ്ഞിട്ടാ. വേദം മനസ്സിൽ കാണുമ്പോഴേ അവളത് മാനത്ത് കാണും. അതാ എനം. എത്ര തവണ മുറിച്ചിട്ടാലും മുറി കൂടി ജീവൻ വെക്കുന്ന ഒരു പ്രത്യേക തരം ജനുസ് അവളുടേത്. ഇത്തവണയും അവള് നമ്മളെ തോൽപ്പിക്കും. അതിനുള്ള പണിയൊക്കെ അവള് തുടങ്ങിക്കഴിഞ്ഞു. സ്വാതിദേ ഏട്ടന്റെ കൂടെ ഷൂട്ടിങ്ങിന് പോകാനായിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു. ഇപ്പൊ മനസ്സിലായോ അവളുടെ ബുദ്ധി? ഗൗരി, എന്തൊക്കെ സംഭവിച്ചാലും നീലിനൊപ്പം സ്വാതി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരാൻ പാടില്ല. അത് തടഞ്ഞേ പറ്റൂ. അതിന് നടക്കുമെന്നേ എനിക്ക് തോന്നുന്നില്ല. നടക്കണം. എനിക്ക് നീലിനെ ഒറ്റയ്ക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കിട്ടണം. എങ്കിലേ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. സ്വാതിയെ കബഡി കളിപ്പിക്കാൻ ഇറക്കണമെങ്കിൽ അതിന് പറ്റിയൊരു തുറുപ്പ് ചീട്ട് നമ്മുടെ പക്കലുണ്ടാവണം. അതിനാണ് എന്റെ നീക്കം. അതിനിടയില് സ്വാതി നീലിന്റെ കൂടെ വരുന്നത് ഒരു തടസ്സം തന്നെയാ. നമ്മൾ വിചാരിച്ചാലേ ഇനി അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വിചാരിച്ചാ നടക്കില്ല, പക്ഷെ മറ്റൊരാള് വിചാരിച്ചാ നടക്കും. ആര്? നിന്റെ അമ്മായിയമ്മ, ഭാനുമതി അമ്മ. അവര് വിചാരിച്ചാ മാത്രമേ ഇനി സ്വാതിയെ തടയാൻ കഴിയൂ. അമ്മ അപ്പൊ വരുവോ? എനിക്ക് സംശയ. അത്രയ്ക്ക് ദേഷ്യത്തിലല്ലേ അന്ന് അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയത്. അന്ന് കിട്ടിയ അടിയുടെ ചൂടേ അമ്മ ഇപ്പോഴും മറന്നു കാണില്ല. അവര് വരും, എനിക്കുറപ്പാ. നീ വിളിക്ക്. അത് വേണോ വേദേ? വേണം. എനിക്ക് വേണ്ടി മാത്രമല്ല, നിനക്ക് വേണ്ടി കൂടിയാ ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. അതറിയാലോ, സ്വാതിയുടെ കുഞ്ഞ് ഈ വീട്ടിൽ ആദ്യം ജനിക്കുന്നത് കൊണ്ട് ഏറ്റവും വലിയ കുഴപ്പം സംഭവിക്കാൻ പോകുന്നത് നിനക്ക് തന്നെയാ. ഗൗരി, ഭാനുമതിയമ്മ വന്നാലേ സ്വാതിയെ തടയാൻ കഴിയൂ. അവരെ വരുത്താൻ എന്ത് വളഞ്ഞ വഴിയും സ്വീകരിക്കണം. എന്ത് നട്ടാ കുരുക്കാത്ത നുണയും പറയണം. നാളെ രാവിലെ നീലിന്റെ കൂടെ
സ്വാതി പോകാൻ ഇറങ്ങുമ്പോ ഭാനുമതി അമ്മ ഈ പൂമുഖത്തുണ്ടാവണം, അവളെ തടയാൻ. ഹലോ ഗൗരി. അയ്യോ, അച്ഛനാ? എന്തു പറയാനാ? അച്ഛനാ ഫോൺ എടുത്തേ. ഇപ്പൊ എന്ത് ചെയ്യും? ഹലോ, കേൾക്കുന്നുണ്ടോ നീ? അച്ഛാ, ഇപ്പൊ കേക്കാം. അച്ഛാ, അമ്മ എവിടെ പോയി? അവള് അടുക്കളയിലുണ്ട്. ബാനു, ബാനു, ദേ, വിളിക്കുന്നു. ബാനു. ദാ വന്ന് വിളിക്കണ്ട. എന്താ എന്തുവാന്ന്? ദേ ഗൗരി വിളിക്കുന്നു. ആണോ? ഇങ്ങ് തന്നെ. പുതിയ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാനാണ് വിളിക്കുന്നതെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ നിർത്തിക്കോണം, കേട്ടല്ലോ? ആദ്യം നിങ്ങൾ ആ ഫോണിങ് തന്നേ, ഞാൻ അവളോട് സംസാരിക്കട്ടെ സതുവേട്ടാ. അങ്ങോട്ട് വിളിക്കാനാണെങ്കിൽ തൽക്കാലം അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞേക്കണം. പറയാം. നിങ്ങൾ ആ ഫോണിങ് താ, ഇങ്ങോട്ട് തരാൻ. ഹലോ ഗൗരി മോളെ, നിനക്ക് സുഖാണോ? എനിക്ക് സുഖമൊക്കെ തന്നെയാ. പക്ഷെ ഇങ്ങനെ പോയാലേ നമ്മുടെ എല്ലാ സുഖവും മനസമാധാനവും നഷ്ടപ്പെടും. എന്താ മോളെ? അവള് പിന്നെയും വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? അതല്ല അമ്മേ, അമ്മ എത്രയും വേഗം ഇവിടെ ഒന്ന് വന്നേ പറ്റൂ. കഴിയുമെങ്കിൽ ഇപ്പൊ തന്നെ. അയ്യോ, എന്താ മോളെ? ആശുപത്രി പോണെന്നോ? അമ്മ വരണോ? വരാം മോളെ. അച്ഛനോ? പിന്നെ അച്ഛൻ സമ്മതിക്കും മോളെ. ഭാനുമതി അമ്മേ, അഭിനയം ഗംഭീരം, തകർത്തു. എന്താ മോളെ, വിടുവോന്നോ? പിന്നെ അച്ഛൻ വിടും. അതൊക്കെ അമ്മ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. വിടൂല്ലേ? വിടും വിടും. വിട്ടത് തന്നെ പുതിയ അടവും കൊണ്ട് ഇറങ്ങിയിരിക്കുക. ദേ അമ്മേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാ. അമ്മ ഉഴപ്പൊന്നും വിചാരിക്കല്ലേ. അമ്മ വന്നേ പറ്റൂ. അതെ സതുവേട്ടാ, ഗൗരിമൊക്കെ ആശുപത്രി പോണോന്ന്. ഞാൻ രാവിലെ ഒന്ന് അവിടം വരെ പോയിട്ട് വരാവേ. വേണ്ട, നീയും അവളും കൂടി പറഞ്ഞത് മുഴുവൻ കേട്ടില്ലെങ്കിലും അത് സ്വാതിമോൾക്കെതിരെയുള്ള എന്തോ പണിയാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, അതുകൊണ്ട് തൽക്കാലം നീ ഇവിടെ തന്നെ നിന്നാ മതി. പിന്നെ ഞാൻ അറിയാതെ അവിടെ പോയി എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയെന്ന് അറിഞ്ഞാൽ തിരിച്ചു വരുമ്പം നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി കൊടുക്കും, കേട്ടോടി? പിന്നെ ഇയാള് വരുമ്പോ ഞാൻ കാലം നീട്ടി വെച്ചോണ്ടിരിക്കാൻ പോലും. ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടെ പോവുക തന്നെ ചെയ്യും. ആ ആനക്കുട്ടി തടയുകയും ചെയ്യും. ആഹാ, എന്താ ഇത്? കൊറേ നേരമായില്ല ഇതിന്റെ മുന്നിൽ ഇങ്ങനെ തപസ്സിരിക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ പഴയ ക്ലയൻസിന്റെ എല്ലാം മെയിൽ വന്നോണ്ടിരിക്കുക. നമ്മൾ പുതിയ കമ്പനി തുടങ്ങുന്നു അറിഞ്ഞത് മുതൽ എല്ലാവരും വലിയ സന്തോഷത്തിലാ. അവരെല്ലാവരും വലിയ സപ്പോർട്ടാ തരുന്നത്. ഗിരിയേട്ടാ, എന്താ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. ഈ ബോംബെയിലെ ക്ഷേത്രത്തിൽ പോയി ഏട്ടത്തിക്ക് വേണ്ടി നേർച്ചയൊക്കെ നടത്തിയെന്ന് പറയുന്നത് നേരാണോ? പിന്നെ അല്ലാതെ അമ്പലത്തിൽ പോയിന്ന് ആരെങ്കിലും കള്ളം പറയോ? ഏട്ടത്തിക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും, അതുറപ്പാ. ഈശ്വര, ഗിരിയേട്ടനോട് ഇങ്ങനെ സത്യം പറയാന്ന് വെച്ചാ അതും കുഴപ്പമാവുമല്ലോ. ഇരട്ടക്കുട്ടികളെ സ്വപ്നം കണ്ടിരിക്കുമ്പോ ഞാൻ എങ്ങനെ സ്വാതിയേട്ടത്തി ഗർഭിണിയല്ലെന്ന് പറയും? നന്ദിനി, താനെന്താണോ ഇങ്ങനെ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്നാ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ? പറയ. നാളെ നമുക്കേ ഏട്ടത്തെയും കൂട്ടി ഹോസ്പിറ്റലിൽ വരെ പോകണം കേട്ടോ. എൻ്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റാ. ശ്രീദേവി ആന്റി വരുന്നതിന് മുൻപ് നമുക്ക് ഏട്ടത്തിയെ അവരെ ഒന്ന് കാണിക്കണം.
അതൊന്നും വേണ്ട. അതെന്താ? ശോ, ഈ ഏട്ടന്റെ ഒരു കാര്യം. അതൊക്കെ അവര് ഭാര്യയും ഭർത്താവും പോയി ചെയ്തോളും. അതെ, സ്വന്തം ഭാര്യയെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകുമ്പോ ഒരു ഭർത്താവിന്റെയും കൂടെ വേറെ ആരും പോവാൻ പാടില്ലെന്നാ പറയുന്നേ. അതെന്താ? അതങ്ങനെയാണ്. അല്ല പിന്നെ അവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവൻ നമ്മൾ എന്തിനാ പോകുന്നേ? അനിയനായാലും അനിയത്തിയായാലും അവരുടെ സ്വകാര്യതയിൽ ഇടപെടാൻ പാടുണ്ടോ? ഓ, അത് ശരി. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ദൈവമേ, രക്ഷപ്പെട്ടു. ഏട്ടനോട് ഇതൊന്നിപ്പോ പറഞ്ഞാലോ? നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വേണ്ട, എപ്പോഴാ ചൂടാവുന്നെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞിട്ടാണ് ഏട്ടത്തി കള്ളം പറഞ്ഞാന്ന് അറിഞ്ഞാ ഏട്ടൻ എന്നെ കൊല്ലും. എന്ത് ചെയ്യും ഭഗവാനെ? ഇത് സ്വാതിക്ക് വേണ്ടി ഗിരി വാങ്ങിക്കൊടുത്ത മാങ്ങയല്ലേ? ഇതെന്തു പറ്റി? സ്വാതിക്ക് വേണ്ടേ? എന്താ സ്വാതി താനിത് കഴിക്കാതെ മൂലയ്ക്ക് വെച്ചിരിക്കുന്നത്? ദേ, സീസൺ അല്ലാത്തതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഗിരി ഈ പച്ചമാങ്ങ വാങ്ങിക്കൊണ്ട് വന്നത്, അതും നല്ല പുളിയുള്ളത്. എന്നിട്ടും നീ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. ഏട്ടാ, അത് ഞാൻ പിന്നീട് കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാ. സാധാരണ ഗർഭിണികൾ പുളിമാങ്ങ കണ്ട നല്ല ആർത്തിയോടെ കഴിക്കും. താൻ എന്താണ് ഇങ്ങനെ ഒരു തണുപ്പ് മട്ടില്? കഴിക്കാം, നാളെ ആവട്ടെ. ഇന്നിപ്പോ രാത്രിയായില്ലേ, ചിലപ്പോ വയറിന് പിടിച്ചില്ലെങ്കിലോ? ഛർദിച്ച് പെടാ പാടുപെടും. ഏട്ടാ, ഞാനൊന്ന് മേല് കഴിയിട്ട് വരാമേ. ഈ മാങ്ങ ഒരു പുലിവാലായല്ലോ ദൈവമേ. ഈ പുളിയുള്ള മാങ്ങ ഗർഭിണി പെണ്ണുങ്ങൾ തിന്നണോന്ന് പറഞ്ഞത് ഏത് ശാസ്ത്രത്തിലാണോ ആവോ? ഈ ഗിരിക്ക് വേറൊന്നും കിട്ടിയില്ലേ വാങ്ങിച്ചോണ്ടുവരാൻ? അല്ല, സതുവേട്ടൻ മൊബൈലിൽ പന്ത് കളി കാണുവാണോ? ഇതാണോടെ ഈ പന്ത് കളി? ഇത് ക്രിക്കറ്റാടി. ഇങ്ങനൊരു മരക്കഴുത. ഓ, പന്ത് കളി ആയാലെന്താ, ക്രിക്കറ്റ് കളി ആയാലെന്താ, ഒരു പണിയില്ലാത്തവർക്ക് ഇതിങ്ങനെ ഇരുന്ന് കാണാം, അല്ലാതെന്താ. അതെ സതുവേട്ടാ, എന്താടി? ഒരിക്കൽ കാര്യം പറയാനുണ്ട്. പറ. അതിനെ അവിടെ ഇവിടെ തോണ്ടുന്നേ? അതെ, നാളെ ഞാൻ ഗൗരിയുടെ വീട്ടിലോട്ട് പോയാ ശരിക്കും എന്റെ മുട്ടുകാലത്താൽ ഓടിക്കുവോ? ഓടിക്കും, അതിനൊരു സംശയമില്ല. സതുവേട്ടാ, ഞാൻ അവിടെ പോയി ഒരു കുഴപ്പമുണ്ടാക്കില്ല, സത്യം. ബനു, നീ എവിടെ പോകുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ഞാൻ തടയില്ല. ഇത് പക്ഷേ നിന്റെ ഉദ്ദേശം വേറെയാണല്ലോ, അതനുവദിക്കാൻ പറ്റില്ല. സതുവേട്ടാ, കാര്യം ഞാൻ അവിടെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ അതെല്ലാം നമ്മുടെ മോനും മരുമൊക്കെ വേണ്ടിയിട്ടല്ലേ? അവരുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലായിരുന്നോ? നിർത്തടി. അവരുടെ നന്മയെന്ന് പറഞ്ഞ് നീ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങളല്ലേ? അതിനി വേണ്ട. ഇനി നീ സ്വാതിമോളുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് മാത്രമേ ആ വീട്ടിൽ കയറൂ. നൂലുകെട്ടോ? എന്തിനാടി കളിക്കുന്നേ? അയ്യോ എന്റെ സതുവേട്ടാ, അങ്ങനെ ഒരു ചടങ്ങ് സ്വാതിയുടെ കുഞ്ഞിന് ആ വീട്ടിൽ നടക്കാൻ പോകുന്നില്ല. ദേവാനു, പറഞ്ഞു പറഞ്ഞ് നീ കാര്യങ്ങൾ വഷളാക്കരുത്. ആ വീടിന്റെ ആകെ സന്തോഷമാണ് സ്വാതിമോളുടെ കുഞ്ഞ്. അതിന്റെ നൂലുകെട്ട് ആ വീട്ടിൽ നടക്കേണ്ട ഏറ്റവും വലിയ ചടങ്ങാണ്. അത് നടക്കില്ലെന്ന് പറയാൻ നിനക്ക് എങ്ങനെയാടി നാവ് പൊങ്ങുന്നേ? എന്റെ നാവ് പൊങ്ങിയതാണോ കുഴപ്പം? എന്റെ മനുഷ്യ, അവള് പ്രസവിക്കാനൊന്നും പോകുന്നില്ലാന്ന്. സതുവേട്ടാ, ഞെട്ടരുത്. ഞാനൊരു ഭയങ്കര രഹസ്യം പറയാം. സ്വാതിയെ ഗർഭിണിയേ അല്ല. അതെ സതുവേട്ടാ, സ്വാതിക്ക് ഗർഭമില്ല. ഞങ്ങളെ
വളരെ രഹസ്യമായിട്ട് കണ്ടുപിടിച്ച കാര്യം അത്. ഓടി എന്റെ കൺവെട്ടത്തിൽ നിന്ന് പോകാൻ. യോടി. നീ ഇപ്പൊ പറഞ്ഞതിനെ നിന്നെ ചവിട്ടി കൂട്ടാ വേണ്ടത്. ശ്ശെടാ. എടി, കുശുമ്പും കുന്നായ്മയും സ്വാർത്ഥതയും കൊണ്ട് മനുഷ്യൻ മൃഗത്തെക്കാൾ തരം താഴുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ, പക്ഷെ ആ മൃഗങ്ങൾ പോലും നിന്നെക്കാൾ ഒരുപാട് മേലെയാ. സതുവേട്ടാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. സ്വാതിക്ക് ഗർഭമുണ്ടെന്നേ വെറുതെ പറയുന്നതാ. അപ്പോ ആ കള്ളത്തരം പൊളിക്കാൻ ഗൗരിമോൾക്കൊരു സഹായം കൊടുക്കാൻ വേണ്ടിയാ ഞാൻ പോകുന്നത്. എന്തായാലും ഇവിടുന്ന് പോകണ്ടെന്ന് പറഞ്ഞതല്ലേ ഞാൻ. പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ഞാൻ ഇതുവരെ പ്രതികരിച്ച പോലെ ആവില്ല. കേട്ടോ? ഇങ്ങനൊരു മനുഷ്യൻ കരയിലും വെള്ളത്തിൽ കൂടെ പോത്തില്ലെന്ന് വെച്ചാ, ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യും?